നമസ്കാരം. ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം മരുതൻകുഴി തൊഴുവങ്കോട് ജംഗ്ഷൻ സമീപമാണ്. തൊഴുവങ്കോട് ജംഗ്ഷനിൽ നിന്നും തൊഴുവങ്കോട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്റർ മാത്രം മാറി 7 സെന്റിലായിട്ട് 2800 സ്ക്വയർ ഫീറ്റുള്ള ഒരു അടിപൊളി ഒരു വീട്, 12 വർഷം പഴക്കമുള്ള ഒരു 4 ബെഡ്റൂമോട് കൂടി ഏകദേശം 5 കാർ പാർക്കിംഗ് കൂടി പഴയകാല ചുടുകല്ലിലും മണലിലും തീർത്ത് ഏകദേശം ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റേഷനോട് കൂടിയിട്ടുള്ള വീടാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. നമുക്ക് അതിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഈ വീടിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, ഈ വീട് വാങ്ങുന്നവർക്ക് ഇതിൽ കാണുന്ന ഫർണിച്ചറുകളെല്ലാം തന്നെ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. നമുക്ക് നല്ല കരപുരയിടത്തിലേക്ക് ഏകദേശം നല്ലൊരു വലിപ്പമുള്ള വീട് ആഗ്രഹിക്കുന്നവർക്ക്, അല്ലെങ്കിൽ വട്ടിയൂർക്കാവ് അല്ലെങ്കിൽ മരുതൻകുഴി പോലുള്ള സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ തൊഴുവങ്കോട് ക്ഷേത്രമൊക്കെ നമുക്ക് പരിസരമൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കും. ആ സ്ഥലത്തൊക്കെ നല്ലൊരു വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു വാല്യൂബിൾ പ്രോപ്പർട്ടി. ഇത് നമുക്ക് റോഡ് ഏകദേശം ലോറി സൈറ്റ് ഏത് വണ്ടിയും അനായാസേന വന്നു പോകാൻ പറ്റുന്ന രീതിയിലേക്കുള്ള റോഡാണ് ഇതിലേക്കുള്ള സൗകര്യം എന്ന് പറയുന്നത്. നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ ഏകദേശം 4 കാറ് വരെ ഈസി ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഈ വീടിന്റെ 4 ചുറ്റും ഒരുപാട് ഫലവൃക്ഷ തൈകൾ നട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ, വർഷങ്ങളായിട്ടുള്ളത് കൊണ്ട് തന്നെ നല്ല ഒന്നതരം മാങ്ങകൾ കിട്ടുന്നുണ്ട്. അതുപോലെ 1, 2, 3 മാവ്, സപ്പോട്ട, അതുപോലെ തന്നെ 4 മൂട്, 2-3 മൂട് തെങ്ങൊക്കെ ഉണ്ട്. 4 സൈഡിൽ നടന്നു പോകാനായിട്ടുള്ള സ്പേസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിരിക്കുന്നത് ചെറിയൊരു ഹൈറ്റ് ആയിട്ടുള്ള പ്രദേശം പോലെയാണ്. നമുക്ക് 2 ഗേറ്റുകൾ, എൻട്രൻസ് ആണ് ഇതിലേക്ക് വരുന്നത്. ഇതുവഴി നമുക്ക് കാറ് കയറാനുള്ള ഒരു എൻട്രൻസ് കൊടുക്കുന്നുണ്ട്. നമുക്ക് അതുവഴി നമുക്ക് ഏകദേശം നടന്നു കയറിപ്പോലുള്ള സ്റ്റെപ്പും കൊടുത്തിട്ടുണ്ട്. നമുക്ക് കാർ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഏകദേശം 4-5 കാർ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഔട്ട് സൈഡിൽ ഈ റോഡിന്റെ ഡെഡ് എൻഡ് ആ ഒരു പ്ലോട്ടിലേക്കുള്ള എൻട്രൻസ് ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഇവിടെയും ഏകദേശം കാർ പാർക്ക് ചെയ്യാം. അങ്ങനെ ഏകദേശം 5 കാറ് വരെ ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. നമുക്ക് താഴത്തെ ഫ്ലോറിൽ കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുവഴി ജസ്റ്റ് 2 സ്റ്റെപ്പ് കയറിയാൽ നോർമലി വീടുകളിൽ കയറുന്ന പോലെ തന്നെയാണ് ഈ കൺസ്ട്രക്ഷൻ ഒരുപാട് വ്യത്യസ്തതയുണ്ട് കേട്ടോ. കാരണം നമുക്ക് ഒരുപാട് സ്ഥല സൗകര്യങ്ങൾ, ഒരു 7 സെന്റിൽ എന്നുള്ള ഫീലിംഗ് വരാത്ത രീതിയിൽ ഒരുപാട് സ്ഥല സൗകര്യത്തോടു കൂടിയാണ് ഈ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ വരുന്നത്. നമുക്ക് കിണറും അതുപോലെ തന്നെ കോർപ്പറേഷൻ വാട്ടറും ഇതിനകത്ത് വന്നിട്ടുണ്ട്. ആ സൈഡിലേക്ക് ഇത് കിണർ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് ഏകദേശം മുകളിലേക്ക് പോകാനുള്ള ഒരു സ്റ്റെയർ കേഴ്സ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഔട്ട് സൈഡിൽ നിന്ന് അതുവഴി നമുക്ക് എൻട്രൻസ് ഉണ്ട്. അതുപോലെ കാർ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ഏകദേശം ഇതുവഴിയും കയറി പോകാം. 2 എൻട്രൻസുകളാണ് ഈ വീട്ടിലേക്ക് കയറി പോകാനായിട്ട് പോകുന്നത്. ഇതിന്റെ തടികൾ കംപ്ലീറ്റും തേക്കും തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൺസ്ട്രക്ഷന്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. നല്ല ഒന്നാം തരം ചുടുകളിൽ പണിത നല്ല ബിൽഡ് ക്വാളിറ്റി ഉള്ള വീടാണ് ഈ വീട്. സിറ്റിക്കുള്ളിൽ ഒരു പ്രൈവസി ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ കേട്ടോ. നല്ലൊരു കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള നല്ലൊരു ബ്യൂട്ടിഫുൾ ഏരിയ കൂടിയാണ് ഈ ഏരിയ. നമുക്ക് അകത്തേക്ക് കയറാൻ തന്നെ നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ് ഞാൻ വരുന്നത്. അവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ്. ഗ്രൗണ്ട് ഫ്ലോർ എന്നാണ് 2-3 സ്റ്റെപ്പ് കയറിയാണ് നമുക്ക് അകത്തേക്ക് വരുമ്പോൾ ലിവിംഗ് സ്പേസ് ഉണ്ട്. ഇച്ചിരി അത്യാവശ്യം ഹൈറ്റിൽ ഇരിക്കുന്നവരുടെ നല്ല എയർ സർക്കുലേഷൻ ആണ് ഇതിലേക്ക് വരുന്നത്. നമുക്ക് നല്ല അടിപൊളി ഡിസൈനിലുള്ള വിൻഡോകളൊക്കെ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം തന്നെ തേക്കിൻ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ലിവിംഗ് സ്പേസ് നമ്മൾ കയറി വരുമ്പോൾ ഈ സൈഡിലേക്ക് ലിവിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മോഡലാണ്, ഒരു ആർക്കിടെക്ട് മോഡലാണ് ഈ വീടിന്റെ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ വന്നിരിക്കുന്നത്. ഈ സൈഡിലേക്ക് ഒരു ഡൈനിങ് ഏരിയ വന്നിട്ടുണ്ട്. ഡൈനിങ് ഏരിയയിലും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ. ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ ഫർണിച്ചറുകളും ഉൾപ്പെടെയാണ്. ഇതെല്ലാം നല്ല ഒന്നാന്തരം തേക്കും തടിയിൽ പണിതിട്ടുള്ള പിന്നെ ഫർണിച്ചറുകളാണ് ഈ വീട്ടിനകത്ത് കിടക്കുന്നത്. ഈ കാണുന്ന പോർഷൻസ് ഡൈനിങ് ഏരിയ. അതുപോലെ തന്നെ നമുക്കിവിടെ ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ കൊടുത്തിരിക്കുന്ന ഏരിയ നല്ല വൈഡ് ആയിട്ടുള്ള ഏരിയ കൂടിയാണ്. ഇന്നത്തെ പുതിയ വീടുകൾ പോലെ വളരെ കൺജസ്റ്റ് ആയിട്ടുള്ള ഫീലിങ്സ് ഒന്നുമില്ല. നല്ല വിശാലമായിട്ട് ഓടിക്കളിച്ച് നടക്കാനുള്ള ഒരു സ്ഥലം കൂടി, അത്രയ്ക്ക് സ്ഥല സൗകര്യത്തോടെയാണ് ഈ ഒരു ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷൻ പാറ്റേൺ. താഴത്തെ നിലയിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ നല്ല കണ്ട ഞാൻ തേക്കൻ തടി എന്ന് പറഞ്ഞില്ലേ, പോളിഷൻ ചെയ്തിട്ടില്ലെങ്കിൽ നല്ല മനോഹരമായ ഒരു ക്വാളിറ്റിയിലാണ് അതിന്റെ തടി കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന രീതിയിലേക്കാണ്. ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറാൻ നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസ്. നോക്കില്ലേ, ഒരു നല്ല വലിപ്പമുള്ള ഒരു ബെഡ് ഇട്ടാൽ പോലും നമുക്ക് ആവശ്യത്തിൽ കവിഞ്ഞ ഒരു മാസ്റ്റർ ബെഡ്റൂം എന്നുള്ള രീതിയിലേക്ക് ആ കാറ്റഗറി പെടുത്താൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിന്റെ ബെഡ്റൂം സൈസ് എന്ന് പറയുന്നത്. ഇവിടേക്ക് നമുക്കൊരു ഓഫീസായിട്ടൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇതിലേക്ക് ഒരു സ്റ്റഡി റൂം ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ സ്റ്റോറേജ് സ്പേസുകളുടെ തന്നെ ഒരു കലവറയുണ്ട്. ഈ വീടിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നല്ല സ്പേഷ്യസിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നമുക്ക് ഇന്നത്തെ രീതിയിലേക്ക് ഒരു ഇന്ത്യയിൽ ഡിസൈൻ ചെയ്യാനായിട്ടുള്ള നല്ല സ്പേഷ്യസ് ബിൽഡ് ക്വാളിറ്റി, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. എല്ലാ ബെഡ്റൂമുകളിൽ തന്നെ നമുക്ക് ഇപ്പോഴത്തെ വീടുകളിൽ കാണുന്നേക്കാൾ വലിപ്പത്തോട് കൂടിയിട്ടുള്ള ഒരു ഡ്രസ്സിംഗ് റൂം കൊടുത്തിട്ടുണ്ട്. ആ ഡ്രസ്സിംഗ് റൂമൊക്കെ നമുക്ക് ഇത്രയും വലിപ്പമൊന്നും ഇപ്പോഴത്തെ പുതിയ വീടുകളും ചെയ്യാൻ പറ്റില്ല. കാരണം സ്ഥലവും അല്ലെങ്കിൽ ഇന്നത്തെ ഒരു കോസ്റ്റും അനുസരിച്ച് ഒരുപാട് കോസ്റ്റ് ആകുന്നത് കൊണ്ട് തന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ അതുപോലെ ബാത്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം കൂടി കൊടുത്തിട്ടുണ്ട്. താഴത്തെ നിലയിൽ രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും അതും ബെഡ്റൂമിന്റെ സൈസിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസ്. ഇതേ നോക്കി, കർട്ടനൊക്കെ മാറ്റി കഴിഞ്ഞാൽ നല്ല എയർ സർക്കുലേഷൻ തന്നെ അകത്തേക്ക് വരും. പുറത്തേക്ക് ധാരാളം സ്പേസ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ആഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സ്ഥല സൗകര്യമുണ്ട്. ഇപ്പോഴത്തെ
ചില വീടുകളിൽ കാണുന്നതിനേക്കാൾ വ്യത്യസ്തത എന്താണെന്ന് ചോദിച്ചാൽ ഇതിന്റെ ബാത്റൂം സൈസ് ഒക്കെ നല്ല വലിപ്പമുള്ള ബാത്റൂം നമുക്ക് ഇന്ത്യയിൽ ഡിസൈൻ ചെയ്ത് ഏത് രീതിയിലും കൺവേർട്ട് ചെയ്യും. എടുത്ത് പറയുന്നത് വെച്ചാൽ ഇൻവെസ്റ്റ്മെന്റ് രീതിയിലൊക്കെ പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യും. ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിങ്ങൾക്ക് ഇത് മേടിച്ചിടാണെന്നുണ്ടെങ്കിൽ നല്ല 2 ഫ്ലോർ റെന്റ് ഔട്ട് ചെയ്യാം. ഏകദേശം അത് 2 പാർട്ടികളാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കാർ പാർക്കിംഗ് ഒക്കെ ഉള്ളത് കൊണ്ട് ഈ ഇൻവെസ്റ്റ്മെന്റ് രീതിയിലൊക്കെ ചിന്തിക്കുന്നവർക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ക്വൈറ്റും അല്ലെങ്കിൽ ഞാൻ വീണ്ടും എടുത്തു പറയുന്ന റിപ്പീറ്റേഷൻ നിങ്ങൾ പറയും എപ്പോഴും. പക്ഷേ എടുത്ത് പറയുന്ന വെച്ചാൽ ചില വീടുകളിൽ ഞാൻ കുറച്ച് റിപ്പീറ്റേഷൻ വരുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് അവിടുത്തെ കാര്യങ്ങൾ നിങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ അത്രയ്ക്കും ഒരു ഡീപ്പായിട്ട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. കാരണം നമ്മുടെ വീഡിയോ കണ്ട് കുറേ പേര് ഇവിടെ വന്ന് വീട് കണ്ട് അവർക്ക് നെഗറ്റീവ് അടിച്ച് തിരിച്ചു പോകുന്നത് അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു വീട് കാണുമ്പോൾ നമ്മുടെ വീഡിയോയിലൂടെ എല്ലാ ഭാഗങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സൈറ്റ് വിസിറ്റ് ചെയ്യുക. അല്ല നിങ്ങൾ ഒരുപാട് പേര് വന്ന് കണ്ടിട്ട് പോയിട്ട് കാര്യമില്ല. നമുക്കും അത് സെയിൽ നടന്നാൽ മാത്രമാണ് നമുക്ക് നമ്മുടെ സർവീസ് ചാർജ് കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം വിശദമായി നിങ്ങളിലേക്ക് പറഞ്ഞത്. ഇപ്പൊ NRI ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരെല്ലാം കേരളത്തിൽ ഇരുന്നായിരിക്കില്ല, ചിലപ്പം വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്നോ അല്ലെങ്കിൽ പല സ്റ്റേറ്റുകളിൽ ഇരുന്നോ കാണുന്നവരായിരിക്കും. അവർക്കും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാകുന്ന രീതിയിലാണ്. അതുകൊണ്ടാണ് വീഡിയോ ലെങ്ത് അല്പം കൂടുതലായാലും നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത്. കിച്ചണിലേക്ക് വരുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള കിച്ചൺ ഏരിയ, സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ ഉണ്ട്. ഇതിനകത്ത് കുറച്ച് ഈ കിച്ചണിലേക്ക് വന്നപ്പോൾ ഇതിനകത്ത് ഓപ്പൺ ആയിട്ട് പറയുകയാണെങ്കിൽ ചെറിയ മെയിൻ്റെനൻസ് ആണ്. ഈ ഡോറൊക്കെ ഇതിന്റെയൊക്കെ ജസ്റ്റ് ഒരു ഇഞ്ചസ് അതായത് വിജാവിരിയൊക്കെ കുറച്ച് ടൈറ്റ് ഉണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി ഒരു ലേബറെ കോസ്റ്റ് കൊടുത്താൽ 1000 രൂപ കോസ്റ്റ് കൊടുത്താൽ നല്ല അടിപൊളിയായി ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു കിച്ചണാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ കാണുന്ന സാധനങ്ങളെല്ലാം വീട് വാങ്ങിക്കുന്നവർക്ക് സ്വന്തമാണ്. നല്ല വലിപ്പമുള്ള ഒരു കിച്ചണാണ്. ഈ സൈഡിലേക്ക് സ്റ്റോറിലായാലും ആവശ്യത്തിൽ കവിഞ്ഞ് സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള നല്ല വലിപ്പമുള്ള സ്റ്റോറേജ് സ്പേസ്. അതുപോലെ തന്നെ ഈ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ലൊരു സാമാന്യം തെറ്റില്ലാത്ത നല്ല വലിപ്പമുള്ള ഒരു അടിപൊളി ഒരു വർക്ക് ഏരിയയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യവുമുണ്ട്. നല്ല റെസിഡൻഷ്യൽ ഏരിയ ആണ്, നല്ല ഹൈറ്റായ പ്രദേശമാണ്. നമുക്ക് ഈ സൈഡിലേക്ക് അവിടെയൊക്കെ ഒരുപാട് കൃഷി ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് പച്ചക്കറിയൊക്കെ നടാനുള്ള ഒരുപാട് ഏരിയ ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. പുറത്ത് തുണി നനയ്ക്കാനുള്ള സൗകര്യം ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഒരു കൺജസ്റ്റ് ആയിട്ടുള്ള ഏരിയ അല്ല, നല്ല വൈഡ് ആയിട്ടുള്ള നമുക്ക് ഇറങ്ങി നിന്ന് ശ്വാസം വിടാനുള്ള നല്ല സിറ്റിക്കകത്ത് ഏറ്റവും നല്ലൊരു പ്രോപ്പർട്ടി. മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല സൈഡ് ഹാൻഡിൽ കംപ്ലീറ്റ് തേക്കിൻ തടിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ടെയില് ഒരു പഴയ കാലത്തെ ഒരു ടെയിൽ പാറ്റേൺ ആണ് നമുക്ക് ഏകദേശം ഫ്ലോർ കംപ്ലീറ്റും കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഒരുപാട് തൈ കണ്ടില്ല, കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ബാൽക്കണി ഏരിയ ഉണ്ട്. നമുക്ക് ഈ വീട്ടിൽ ഒരു 3-4 ബാൽക്കണി ഏരിയ ഉണ്ട്. അതെന്തായാലും വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. കാരണം നമുക്ക് നല്ല എയർ സർക്കുലേഷൻ കിട്ടുന്ന രീതിയിലേക്കുള്ള ഒരു വായു സഞ്ചാരമുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. മുകളിലേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ലൊരു ഹോൾ ഏരിയയിലേക്കാണ് വരുന്നത്. അവിടെ നല്ല അടിപൊളിയായിട്ട് ഇതാ കണ്ടില്ലേ, പണ്ടത്തെ കാലത്തേക്ക് പോലത്തെയുള്ള നല്ല ഒരു ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട്. ഇതിലൊക്കെ വന്ന് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് വിശ്രമിക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ല പോസിറ്റീവാണ് കേട്ടോ. അത് നല്ല അടിപൊളി പോസിറ്റീവ് ഏരിയ ആണ് ഈ ഏരിയ. നല്ലൊരു വലിപ്പമുള്ള ഹോള്. മുകളിലത്തെ ഫ്ലോറിൽ വരുന്നത് 2 ബെഡ്റൂമുകളാണ്. നമുക്ക് 2 ഫ്ലോറായിട്ട് റെന്റ് കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ഞാൻ പറഞ്ഞു തരാം. ഫസ്റ്റിലത്തെ ബെഡ്റൂമിൽ കയറുമ്പോൾ നല്ല മാസ്റ്റർ ബെഡ്റൂം എന്ന് തന്നെ പറയാം. താഴത്തെ ബെഡ്റൂമിനെക്കാളും വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് മുകളിലുള്ളത്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസ്. താഴത്തെ അതേപോലെ തന്നെയാണ്. നമുക്ക് ഡബിളോ ത്രിബിളോ കട്ടിലിട്ടാൽ പോലും നല്ല വലിപ്പമുണ്ട്. ഈ സൈഡിലേക്ക് ധാരാളം സ്പേസ് ഉണ്ട്. ഇവിടെ സ്റ്റോറേജ് സ്പേസുകളൊരു കലവറ തന്നെയുണ്ട്. അവിടെയും നല്ല ഡ്രസ്സിംഗ് റൂം ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബാത്റൂമും എല്ലാം അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടാണ് എല്ലാ ബെഡ്റൂംസും കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ബാത്റൂം ഒക്കെ നല്ല വലിപ്പമുള്ള ടൈലൊക്കെ നമുക്ക് മാറ്റിയിട്ട് നല്ല രീതിയിലേക്ക് ഒരു ഇന്ത്യൻ ഡിസൈൻ ഒരു 4-5 ലക്ഷം രൂപ ഇറക്കുകയാണെങ്കിൽ ഒരു 50 വർഷം അല്ല 100 വർഷം ഇരിക്കും. ഞാൻ പറഞ്ഞു ഇത് അധികം പഴക്കമൊന്നുമില്ല, 12 വർഷത്തെ പഴക്കം മാത്രമാണ് ഇതിലേക്ക് വരുന്നത്. ഈ സൈഡിൽ ഡ്രസ്സിംഗ് റൂമും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു പ്രോപ്പർട്ടി. മുകളിലത്തെ ഫ്ലോറിലെ 2ാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോൾ ബെഡ്റൂമിൽ നിന്നും യാതൊരു സൈസിൽ ഒരു കോംപ്രമൈസും ഇല്ല. നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ്, നല്ല ഒരുപാട് സ്റ്റോറേജ് അലമാരകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ല വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. നല്ല എയർ സർക്കുലേഷൻ കയറാനുള്ള എല്ലാ പോസിബിലിറ്റിയും തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും ഇനി നമുക്ക് എക്സ്ട്രാ ആയിട്ട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ അതും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ബാത്റൂം സൈസ് ആയാലും നല്ല വലിപ്പമുള്ള ബാത്റൂം സൈസ്. ടൈൽസ് കംപ്ലൈൻസ് ആയിട്ടൊന്നും നമ്മൾ കാണുന്നില്ല, ചെറിയ ചെറിയ കംപ്ലൈൻസുകൾ മാത്രമാണ് കാണുന്നത്. പിന്നെ നമ്മുടെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് മാറ്റിയെടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഇന്ത്യയിൽ വർക്ക് ചെയ്യുക എന്നുള്ള ഒരു ഓപ്ഷൻസ് ഇതിനകത്ത് ഉണ്ട്. ഞാൻ പറഞ്ഞു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ട് ധൈര്യമായി പർച്ചേസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. കാരണം ലാൻഡ് ഏരിയ നല്ല രീതിയിൽ ലാൻഡ് ഏരിയ, കാർ പാർക്കിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് ഏകദേശം 5 കാറോളം പാർക്ക് ചെയ്യാം. ഇതിന്റെ മുകളിലത്തെ ഫ്ലോറിൽ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ഡോർ തുറന്നാൽ നമുക്കൊരു ചെറിയ സ്റ്റെയറിന്റെ
ഒരു കാര്യമേ ഉള്ളൂ, 2 പടി സ്റ്റെയർ കൂടെ കൊടുത്താൽ താഴെയും മുകളിലും 2 ഫ്ലോറും സെപ്പറേറ്റ് ആക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻസ് ഉണ്ട്. മുകളിലേക്ക് കയറി വരുമ്പോൾ മുകളിലത്തെ ഫ്ലോറിൽ നമുക്ക് റെന്റോട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ സൈഡ് ഹോൾ ഏരിയ, ഡൈനിങ് ഏരിയ എടുക്കാം. ഇവിടെ നമുക്ക് വാഷ് ബേസിൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഇനി ഒരു എക്സ്ട്രാ കോസ്റ്റിന്റെ ആവശ്യമില്ല. ഈ സൈഡ് ഓപ്പൺ ആയിട്ട് വലിയൊരു ഏരിയ കിടപ്പുണ്ട്. ഇതിനെ കൺവേർട്ട് ചെയ്ത് കിച്ചൺ മാത്രമാക്കിയാൽ മതി. കിച്ചന്റെ ഒരു സ്ലാബ് മാത്രം, അല്ലെങ്കിൽ കിച്ചണും വർക്ക് ഏരിയയും, അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ബാക്ക് സൈഡിൽ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുക്കാനുള്ള വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ ഏരിയ. ഈ സൈഡിലേക്ക് നമുക്ക് ചെറിയ കിച്ചൺ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 നിലയായിട്ട് നമുക്ക് ആവശ്യം പോലെ റെന്റ് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഈ ലൊക്കേഷൻ നോക്കിയാൽ ബാക്ക് സൈഡിലുള്ള ഒരു വിഷ്വലൈസേഷൻ ആണ്, കണ്ടില്ലേ? നല്ല ഹൈ എൻഡ് ഏരിയ, നല്ല ഒരു ക്ലാസ് ആയിട്ടുള്ള റെസിഡൻഷ്യൽ ഏരിയ ആണ് കേട്ടോ. നല്ല പ്രീമിയം ഏരിയയാണ്. പിന്നെ ഇതിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഇവിടുത്തെ കാറ്റും വെളിച്ചമാണ്. അതായത് ഈ മരങ്ങളൊക്കെ നമ്മുടെ താഴത്തെ ഫ്ലോറിൽ കണ്ടതാണ്. ഇപ്പം താഴെ സൈഡിൽ മരം നട്ടത് കൊണ്ട് നമുക്ക് മുകളിൽ നിന്ന് കാവറിക്കാം. ആ രീതിയിലേക്കുള്ള ഒരുപാട് അഡ്വാൻറ്റേജ് ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. അപ്പോൾ ഞാൻ പറഞ്ഞ 7 സെന്റ് സ്ഥലമാണ്, 2800 സ്ക്വയർ ഫീറ്റ് ആണ്, പൂർണ്ണമായും ചുടുകല്ലാണ്. ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായി പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു വാല്യുബിൾ പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറയുന്നത് 1,30,00,000 രൂപയാണ്. ചെറിയ രീതിയിൽ മാത്രമാണ് നെഗോസിയേഷൻ അതിനകത്തുള്ളത്. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. വീണ്ടും റിയൽ സ്പേസ് വീഡിയോ കാണുന്നതിനായി ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന വീഡിയോ ശ്രമിക്കുക. വേറൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈ വീട് പുറമേ നിന്ന് കാണുന്നതിനേക്കാൾ ഭയാനകരമാണ് അകത്തേക്ക് കയറുമ്പോൾ എന്നുള്ളത് പറയും പോലെയാണ്. അകത്തേക്ക് കയറുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഏകദേശം ഇത് എന്താണ് ഈ വീടിന്റെ ഒരു വലിപ്പം, അല്ലെങ്കിൽ ഈ വീടിന്റെ ഒരു അസറ്റ് എന്ന് മനസ്സിലാവുന്നത്. എന്തായാലും വീഡിയോ കാണുന്നവർക്ക് എല്ലാം തന്നെ ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്ത് തന്നെ വീഡിയോ ശ്രമിക്കുക.